ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എറണാകുളം വരെ പോവാണ്. ഞാനും അനിയനും കൂടെ ആണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് എടുത്ത് നേരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി. ബൈക്കും ഹെൽമെറ്റും സുരക്ഷിതമായിട്ട് വെച്ചതിന് ശേഷം ഞാനും അവനും കൂടെ അകത്ത് കയറിപ്പോയി. അങ്ങനെ ഓട്ടോമാറ്റിക് മെഷീനിൽ കയറി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഒരാൾക്ക് എറണാകുളം വരെ പോകുന്നതിന് 50 രൂപയും കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് 25 രൂപയും മാത്രമേ ആയുള്ളൂ. പിന്നെ നേരെ അകത്ത് കയറിയപ്പോൾ തേണ്ടി കുന്ത്രാണ്ട് ഓണം അടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷം മമ്മു ഓടിയെത്തി. അങ്ങനെ മമ്മിയിൽ കയറി ഞങ്ങൾ രണ്ടുപേരോടെ എറണാകുളം ജംഗ്ഷനിൽ ചെന്നിറങ്ങി. അവിടെ ചെന്നിറങ്ങിയിട്ട് ട്രാക്കിലൂടെ നടന്ന് അപ്പുറത്ത് പോയി ഒരു ബസ് നോക്കി ഞങ്ങൾ നിന്നു. അങ്ങനെ അവസാനം ബസ് കിട്ടാതായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇൻ്റർവ്യൂ നടക്കേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം നേരെ വീട്ടിൽ പോകുമെന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഒരേ വാശി എറണാകുളം വരെ വന്നതല്ലേ, എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ഒരു ബസ്സിൽ കയറി ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി ഇറങ്ങി. മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെൻറ്റാമേനയുടെ ബോർഡ് കണ്ടപ്പോൾ അവൻ്റെ ബൈക്കോറോ വല്ലതും എടുക്കാമെന്നും പറഞ്ഞ് നേരെ പെൻറ്റാമേനയ്ക്ക് എന്നെയും വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ അകത്ത് കയറി ചില്ലിട്ട് ലിഫ്റ്റോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഉള്ള കടകളെല്ലാം കയറി ഇറങ്ങിയിട്ടും അവനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബൈക്കോറ് പോലും അവിടെ കിട്ടിയില്ല. അതുമാത്രമല്ല, നമ്മുടെ വെണ്ണക്കുളത്ത് മൈക്കോട്ടേക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന ബൈക്കറിന് അവിടെ 850 രൂപ വില വരെയാണ് അവന്മാർ പറയുന്നത്. പിന്നെ അവിടുത്തെ കടകളെല്ലാം കയറി ഇറങ്ങിയതിന് ശേഷം നേരെ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി അങ്ങോട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഒരു ചങ്ങാതി 100 രൂപയ്ക്ക് ബോട്ടിനകത്ത് കയറ്റി എല്ലായിടം കറക്കാമെന്ന് പറഞ്ഞ് എന്നെ അവനെയും വിളിച്ചൊരു ബോട്ടിൽ കയറ്റി. അങ്ങനെ ഞാനും അവനും ബോട്ടിനകത്ത് കയറിയിട്ട് രണ്ടാമത്തെ നിലയിൽ കയറിയിരുന്നു. ഇവിടെ മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചി കാണാനെത്തിയ അധ്യാപകരായിരുന്നു. അതുമാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഓടുന്ന ബോട്ടുകളിൽ പാട്ടും ഡാൻസ് വിട്ടു പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഇവിടെ നിൽക്കുന്ന ഒരു അച്ചാൻ്റെ തെള്ളു മാത്രമായിരുന്നു. അങ്ങനെ തെള്ളും കേട്ട് കായലും ആസ്വദിച്ച് ഞാനും കാശിമും അവിടെ ഇരുന്നു. അച്ഛൻ പറഞ്ഞ അറിവ് വെച്ച് ഇതാണ് ബോൾഗാടി പാലസ് എന്നും ഇവിടെയാണ് വെള്ളി നക്ഷത്രം അതുപോലെ പ്രമുഖ സിനിമകളും ഷൂട്ട് ചെയ്തതെന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച ബോട്ട് വല്ലാർപാടം ടെർമിനലിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ 2 വലിയ കപ്പലുകൾ കിടപ്പുണ്ടായിരുന്നു. അത് രണ്ടും ദുബായിൽ നിന്ന് കണ്ടെയ്നറുകളായിട്ട് വന്ന 2 ഷിപ്പുകളായിരുന്നു. ഇത് രണ്ടും ഇന്ന് തന്നെ തിരിക്കുമെന്നാണ് നമ്മളോട് വന്ന അച്ഛൻ പറഞ്ഞത്. ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി മറൈൻ ഡ്രൈവിലൂടെ വെയിലത്ത് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ഹാഷിനോട് ഞാൻ ചോദിച്ചു നമുക്കെന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന്. അപ്പോഴേക്കും അവൻ പറഞ്ഞു പോയേക്കാമെന്ന്. നേരെ ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്ത് അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കി. അപ്പോഴേക്കും 1:55 പരശു പോകാനായിട്ട് എറണാകുളം ടൗണിൽ കിടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. അവിടെ ചെന്നപ്പോൾ ദേണ്ടാ ഞങ്ങളെ കയറ്റാനായിട്ട് 3-4 ബസ്സുകൾ തമ്മിൽ അടി കൂടുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി ആ നീല ബസ്സിൽ പോയി കയറി. 1:55 ട്രെയിൻ ഉണ്ട് കേട്ടോ, അത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 1:50 ഞങ്ങളുടെ വണ്ടിൻ്റെ ഉറച്ച് ചെല്ലുമെന്ന്. കൃത്യസമയത്ത് 1:54 ആയപ്പോൾ ആ ചേട്ടനൊക്കെ ഞങ്ങളെ അവിടെ എത്തിച്ചു. ഏതായാലും കൊള്ളാം, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൃത്യസമയം പാലിക്കുന്നതുകൊണ്ട് 1:59 ട്രെയിൻ പോകാതെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനും അവനും പോയി ഓടി ട്രെയിൻ കയറി. ഭാഗ്യവശാൽ പരശുവിന് അത് നല്ല തിരക്കായതുകൊണ്ട് ഇരുന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവനൊരു സീറ്റ് കിട്ടി. ഞങ്ങളങ്ങനെ ട്രെയിനിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരുവല്ലയിൽ വന്നിറങ്ങി. ഞങ്ങളെ ഇറക്കിയ ശേഷം പരശു അങ്ങനെ ടാറ്റ പറഞ്ഞൊരു പോക്കങ്ങ് പോയി. എന്നിട്ട് നേരെ ബൈക്കും എടുത്തുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാതെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ അൾട്രാസിൽ പോയി ഒരു കുഴിമന്തിയും മേടിച്ച് ഞാനും അവനും കൂടെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു.